ഓക്കെ, നമുക്ക് ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഇത് ആക്ച്വലി ഫണ്ടമെന്റൽസ് എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചില്ലേ, ആ പ്രോപ്പർട്ടീസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ കുറച്ച് കാര്യങ്ങൾ ഈ ഓപ്ഷനിൽ കയറുന്നുണ്ട് അല്ലെ. അപ്പോൾ സത്യം പറയുന്നത് എന്താ, മോഡുലസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ എന്താണ് റിലേഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്താണ് മിക്സ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് എ, എന്താ ഇതാണ് എ അല്ലെ, ഇതാണ് എ അല്ലെ. എ എന്താണ്, ഒരു മിനിറ്റ്, ഓക്കെ. എ ഈക്വൽ ടു, കളർ മാറ്റട്ടെ, എ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10 എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ 6 ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസല്ലേ, മോഡ് എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ എക്സ് ഈസ് ബിറ്റ്വീൻ മൈനസ് എ എ അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ മോഡ് എക്സ് സ്ക്വയർ മൈനസ് 10 ലെസ് ദാൻ ഓർ 6 ആണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ എക്സ് സ്ക്വയർ മൈനസ് 10 ഈസ് ഇൻ ബിറ്റ്വീൻ മൈനസ് 6 ആൻഡ് 6 എന്ന് പറഞ്ഞൂടെ. യെസ് അല്ലെ. ഇനി ഞാൻ ആ എക്സ് സ്ക്വയർ കാണാൻ എന്ത് ചെയ്യാണ്, എല്ലാ ടേമിനും +10 ആഡ് ചെയ്യാണ്, എല്ലാ ടേമിനും +10 ആഡ് ചെയ്യാണ്. അപ്പൊ എന്താ വരിക, 10 മൈനസ് 6 4 അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് സ്ക്വയർ, ഈ 10 മൈനസ് പോയി എക്സ് സ്ക്വയർ അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ 6 + 10 16 അല്ലേ അല്ലെ. അപ്പൊ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താണ്, 4ന്റെയും 6ന്റെയും ഇടയിലാ അല്ലെ. എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താണ്, 4ന്റെയും 6ന്റെയും ഇടയിലാ അല്ലെ. അവിടെ മക്കളൊന്ന് ആലോചിച്ചു, എക്സ് സ്ക്വയറിന്റെ വാല്യൂ 4ന്റെയും 6ന്റെയും ഇടയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ട് സെപ്പറേറ്റ് സോൾവ് ചെയ്യാം. ഞാൻ ആദ്യം തീർക്കാം. എന്താ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ 16 അല്ലേ അല്ലെ. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ 16 ആണെങ്കിൽ എക്സ് ഈസ് ബിറ്റ്വീൻ -4 ആൻഡ് +4 അല്ലേ, പഠിച്ചാണ്. അതൊരു കേസ് അല്ലെ. രണ്ടാമത്തെ കേസ് ഇതല്ലേ, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ 4 അല്ലേ. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ √4 അപ്പൊ 2, ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ -√2 അല്ലേ അല്ലെ. ഇതൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ടിന്റെയും ഇന്റർസെക്ഷൻ അല്ലേ അല്ലെ. കാരണം എന്താ, എടാ ഇത് വേണം ഇത് വേണം, അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടേ. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന റീജിയനിൽ നമുക്ക് എടുക്കേണ്ടത് അല്ലെ. അവിടെ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് പണ്ട് എക്സ് സ്ക്വയറിന്റെ വാല്യൂ 4ന്റെയും 6ന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ സോൾവ് ചെയ്തപ്പോൾ ഞാൻ ചെയ്തു, ആദ്യമേ ഇതെടുത്ത് സോൾവ് ചെയ്തു, പിന്നെ ഇതെടുത്ത് സോൾവ് ചെയ്തു അല്ലെ. ഇനി രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടേ, അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന റീജിയൻ വേണം ഞാൻ മാർക്ക് ചെയ്യാണ് അല്ലെ. അപ്പൊ എന്ത് വരിക, ഞാൻ നമ്പറെ വരച്ചു. ഈ റീജിയൻ ആരാ, -4ന്റെയും 4ന്റെയും ഇടയിൽ. ഓക്കെ, ഇവിടെ -4ഉം ഇവിടെ 4 ആണെന്ന് വിചാരിക്ക്. -4ന്റെയും 4ന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരിക അല്ലെ. ഇതാണ് -4ന്റെയും 4ന്റെയും ഇടയിൽ അല്ലെ. ഇതാരാ, എക്സ് ഗ്രേറ്റർ ദാൻ ഒരു 2, അതായത് ഇതല്ലേ 2, ഇവിടെ 2 അല്ലെ. അപ്പൊ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ വരിക. പിന്നെയോ എക്സ് ലെസ് ദാൻ ഒരു -2, അവിടെ ഇതല്ലേ -2 അല്ലെ. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വലും -2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരിക അല്ലെ. അങ്ങനെയെങ്കിൽ എല്ലാം കൂടി വരുന്ന റീജിയൻ ഏതാ, എല്ലാം കൂടി വരുന്ന റീജിയനെ ഒന്ന് ഇതാണ് ഒരു റീജിയൻ. രണ്ടാമത്തെ റീജിയൻ ഇതല്ലേ അല്ലെ. ആ റീജിയൻ ഏതാ, അവിടെ രണ്ടും കൂടി ഒരുമിച്ച് വരണം. രണ്ടും കൂടി ഒരുമിച്ച് വരുന്നാലേ ഒരു റീജിയൻ ഇതാ, അത് -4 മുതൽ 2 വരെ അല്ലേ. രണ്ടാമത്തെ റീജിയൻ ഇതാ, അത് 2 മുതൽ 4 വരെ. ഏതാണ്, -4 മുതൽ ഒരു റീജിയൻ ഇതല്ലടാ, ഇതല്ലേ ഒരു റീജിയന്, അതാരാ -4 മുതൽ 2 വരെ. യൂണിയൻ അടുത്ത റീജിയൻ ഇതല്ലേ, അതാരാ 2 മുതൽ 2 അല്ലല്ലോ, -4 മുതൽ -2 വരെ അല്ലേ, -2 ആട്ടോ. പിന്നെ 2 മുതൽ 4 വരെ. ഇതാണ് ശരിക്കും എന്ത്, ഇതിപ്പോ ഞാൻ സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ. ഇതാണ് ശരിക്കും എന്ത്, എ. ദിസ് ഇസ് എ. എന്താ, -4 മുതൽ -2 വരെ യൂണിയൻ 2 മുതൽ 4 വരെ അല്ലെ. അപ്പൊ എ കിട്ടി. ഇനി ബി ആരാ, എടാ ബി എന്താ, ഇതല്ലേ ബി, ഇതല്ലേ ബി അല്ലെ. ബി ആരാ, മോഡ് എക്സ് -2 ഗ്രേറ്റർ ദാൻ 1. നമുക്ക് എല്ലാവർക്കും അറിയാം, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എ ഓർ എക്സ് ഈസ് ലെസ് ദാൻ -a അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ മോഡ് എക്സ് -2 ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്ത് പറയാം, എക്സ് -2 ഗ്രേറ്റർ ദാൻ 1 ഓർ എക്സ് -2 ലെസ് ദാൻ -1 അല്ലേ അല്ലെ. ഇവിടെ എന്ത് കിട്ടുക, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 + 2 3 അല്ലേ അല്ലെ. ഓർ എക്സ് ലെസ് ദാൻ 2 - 1 1 അല്ലേ അല്ലെ. അപ്പൊ എക്സ് 3യേക്കാൾ വലുതാണ്, 1നേക്കാൾ ചെറുതാണ്. അപ്പൊ ഇതാണ് എന്ത്, ബി. ഇതാണ് ബി. ഇതാണ് ആര്, എ കിട്ടി, ബി കിട്ടി അല്ലെ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചെന്താണ്, എ യൂണിയൻ ബി. ഫസ്റ്റ് ഓപ്ഷൻ എന്താ, എ യൂണിയൻ ബി. സെക്കൻഡ് ഓപ്ഷൻ എന്താ, എ ഡിഫറൻസ് ബി അല്ലെ. തേർഡ് ഓപ്ഷൻ എന്താ, എ ഇന്റർസെക്ഷൻ ബി. ഫോർത്ത് ഓപ്ഷൻ എന്താ, ബി ഡിഫറൻസ് എ. ഈ ഓപ്ഷനിൽ ഏതാണ് ശരി എന്ന് കാണണം അല്ലെ. നിങ്ങൾ ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്യണം. ഞാൻ അത് ചെക്ക് ചെയ്ത് സമയം കളയുന്നില്ല. ശരിക്കും ഓപ്ഷൻ ഡി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ശരി. ഓക്കെ, ഇനി ഞാൻ എന്താണ്, ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് കാണിച്ചാം. ഫസ്റ്റ് ഓപ്ഷൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കാണിച്ചാം. എനിവേ ശരിക്കും എല്ലാ ഓപ്ഷൻ ചെക്ക് ചെയ്യണ്ടോ, ശരിക്കും എല്ലാ ഓപ്ഷൻ ചെക്ക് ചെയ്യണേ. അപ്പൊ ഞാൻ ചെയ്യുന്നത് നമ്പറിനെ വരച്ചു. ആ നമ്പറിൽ എയും ബിയും മാർക്ക് ചെയ്യണം. നമ്പറിൽ എയും ബിയും മാർക്ക് ചെയ്യണേ. എ ആരാ, -4 to -2 2 to 4 അല്ലേ. -4 to
-2 പിന്നെയോ 2 to 4 ഇതല്ലേ വരിക. ഇതല്ലേ വരിക എന്താ -4 to -2 2 to 4 ഇതല്ലേ വരിക അല്ലെ. ഇനി ബി ആരാ? ബി ആരാ? എക്സ് ഗ്രേറ്റർ ദാൻ 3 ഓർ എക്സ് ലെസ് ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 3 എടാ ഇതല്ല 3, ഇതാണ് 3 എന്ന് വിചാരിക്ക് അല്ലെ. പിന്നെ ലെസ് ദാൻ 1 എടാ ഇവിടെയാണ് 1 എന്ന് വിചാരിക്ക്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ 3യേക്കാൾ വലുത് ഇങ്ങോട്ടല്ലേ വരിക അല്ലെ. ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറുത് ഇതല്ലേ വരിക അല്ലെ. ഇതാണ് ബി. അപ്പൊ എ ആയി ബി ആയി, എ ആയി ബി ആയി. ഇനി നമുക്ക് എന്താ കാണുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എന്താ? എ യൂണിയൻ ബി ആ അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? എ യൂണിയൻ ബി ആ. എന്താ എ യൂണിയൻ ബി? എയും ബിയും ഒരുമിച്ചെടുക്കല്ലേ. എ വേണം ബി വേണം അല്ലെ. അവിടെ എ യൂണിയൻ ബി എന്താ? അവിടെ ഇവിടെ മുതൽ കിട്ടുന്നുണ്ട് അല്ലെ. അവിടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലേ എയിൽ എല്ലാവർക്കും കൊടുക്കുക, ബിയിൽ എല്ലാവർക്കും കൊടുക്കുക, ഇന്റർസെക്ഷനിലോട്ടോ. ഇന്റർസെക്ഷൻ എന്താണ്? രണ്ടും ഒരുമിച്ച് വരുന്ന റീജിയൻ ആണ് അല്ലെ. പക്ഷെ എ യൂണിയൻ ബി എന്താണ്? എയും വേണം ബിയും വേണം അല്ലെ. എ ആരാ? ഇവിടെ മുതൽ ഇങ്ങോട്ടല്ലേ അല്ലെ. അപ്പൊ അതിൽ ഇതും വരും. അപ്പൊ എന്താ? -∞ മുതൽ 1 വരെ അല്ലെ. പിന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ അല്ല, പിന്നെ ഇങ്ങോട്ടും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് മൊത്തം ഉണ്ട് അല്ലെ. ഇത് മൊത്തം ഉണ്ട് എന്താ? 2 മുതൽ ∞ വരെ. പക്ഷെ 2 ഉണ്ട് അവിടെ. 2 ക്ലോസ്ഡ് ആണ്. 2 to ∞. 2 ക്ലോസ്ഡ് ആണ്. ഇതല്ലേ യൂണിയൻ ബി? പക്ഷെ അതല്ലല്ലോ പറഞ്ഞത്. അല്ല, അവിടെ 2 എന്തല്ല? ക്ലോസ്ഡ് അല്ല. 1 എന്താണ്? ക്ലോസ്ഡ് ആണ്. തിരിച്ചാണ് വേണ്ടത് അല്ലെ. അപ്പൊ ഓപ്ഷൻ എന്താ? എ തെറ്റാണ്. ഓക്കെ, ഇങ്ങനെ ഓരോ ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യാം. ഞാൻ പക്ഷേ എങ്ങനെ എല്ലാ ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മൾ ആൻസർ ഓപ്ഷൻ ഡി ആട്ടോ. ഞാൻ എല്ലാം ചെക്ക് ചെയ്താൽ നമുക്ക് ഡി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡി എന്താ? ബി മൈനസ് എ ആണ്. വാട്ട് ഈസ് ബി മൈനസ് എ? ബി ഡിഫറൻസ് ആട്ടോ. എടാ ബി ഡിഫറൻസ് എന്ന് പറഞ്ഞാലേ ബിന്ന് എനെ ഒഴിവാക്കുന്നതാണ്. എടാ ബി എന്ന റീജിയൻ ആര് ഒഴിവാക്കുക? എ എന്ന റീജിയൻ ഒഴിവാക്കുക. എടാ ഇതല്ലേ ഈ നീലയിൽ മാർക്ക് ചെയ്യുന്ന റീജിയൻ അല്ലേ ബി അല്ലെ. ആ ബിന്നെ ആര് ഒഴിവാക്കുക? എനെ ഒഴിവാക്കുക അല്ലെ. എടാ എനെ ഒഴിവാക്കുമ്പോഴേ ഇത് ഒഴിവാവില്ലേ. 1 മിനിറ്റ് കേട്ടോ. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ ബിന്നെ എനെ ഒഴിവാക്കാണ് അല്ലെ. അവിടെ ബിന്നെ എനെ ഒഴിവാക്കുമ്പോഴേ ആ ബി എന്ന റീജിയൻ എന്താ? അത് ഞാൻ നീലയിൽ മാർക്ക് ചെയ്ത റീജിയൻ അല്ലേ ബി അല്ലെ. ആ നീലയിൽ മാർക്ക് ചെയ്ത റീജിയനെ ആ മഞ്ഞയിൽ മാർക്ക് ചെയ്ത റീജിയൻ എ അല്ലേ. ആ എനെ ഒഴിവാക്കണ്ടേ അല്ലെ. അപ്പൊ എന്താ വരിക? നിങ്ങൾ മനസ്സിലാക്കുക. ഏതാ ഒഴിവാകുക? ഇതല്ലേ ഈ റീജിയൻ മൊത്തം ഒഴിവാവൂലേ. എ മൊത്തം ഒഴിവാക്കണ്ടോ? ബിന്ന് ഒഴിവാക്കണേ ഈ റീജിയൻ ഒഴിവാക്കാം അല്ലെ. അതുപോലെ ഈ ബി എന്ന റീജിയൻ ഒഴിവാക്കണം. അപ്പൊ ഞാൻ മാർക്ക് ചെയ്ത ആ റീജിയൻ ഒഴിവാക്കണം അല്ലെ. ആ റീജിയൻ ഒഴിവാക്കിയാൽ ബാക്കി ഏതാ നീലന്റെ പോർഷൻ വരിക? ബിന്റെ പോർഷൻ വരിക. ഈ പോർഷൻ വരൂലേ അല്ലെ. ആ പോർഷൻ ഏതാ? -∞ മുതൽ -4 വരെ അല്ലേ. -∞ മുതൽ -4 വരെ യൂണിയൻ അല്ലെ. എഗെയിൻ ഈ പോർഷൻ ഒഴിവായി. ആ പോർഷൻ ഒഴിവായി പിന്നെ -2 മുതൽ 1 വരെ അല്ലേ. -2 മുതൽ 1 വരെ. പിന്നെ ഈ പോർഷൻ ഒഴിവായി അല്ലെ. ആ പോർഷൻ ഒഴിവായത് 4 to ∞ വരിക. 4 to ∞ ഇതല്ലേ വരിക അല്ലെ. ആ എ ഉള്ള റീജിയൻ ഒഴിവാക്കിയാലേ ഈ റീജിയൻ പോയി അല്ലെ. ആ റീജിയൻ പോയ ബാക്കി വരെ ഇതല്ലേ. അത് -∞ മുതൽ -4 വരിക. ഇതാരാ? -2 മുതൽ 1 വരിക അല്ലെ. ഇതാരാ? 4 to ∞ അല്ലെ. ഇതാ വരിക -∞ മുതൽ -4 വരെ, -2 മുതൽ 1 വരെ, 4 to ∞ വരെ. ഓപ്ഷൻ 4 അല്ല ആൻസർ വരിക. യെസ്, ഓപ്ഷൻ 4 ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്.